ഇന്നലെ കത്തിയ കപ്പലിൽ പരിസ്ഥിതിക്ക് ദോഷമാകുന്ന വിഷവസ്തുക്കളുമുണ്ടെന്നാണ് വിവരം. മാരിടൈം ഓർഗനൈസേഷൻ പ്രകാരം ക്ലാസ് 6-1 വരുന്ന കീടനാശിനികൾ ഉൾപ്പെടുന്ന വസ്തുക്കളാണ് കപ്പലിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി KR സാജു തിരുവനന്തപുരത്തിനൊപ്പം MK ഷുക്കൂറും. സാജു, ഈ കപ്പലിലുള്ള വസ്തുക്കളുടെ വിശദാംശം എന്താണ്? നിഷാദ്, ഇന്ന് സംസ്ഥാന സർക്കാരാണ് കപ്പലിലുള്ള വസ്തുക്കളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ 157 കണ്ടെയ്നറുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ രേഖയിൽ വിശദീകരിക്കുന്നത്. ഇത് DG ഷിപ്പിംഗ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കൈമാറുകയും അതാണ് ദുരന്ത നിവാരണ അതോറിറ്റി വഴി പുറത്തേക്ക് വിടുകയും ചെയ്തിരിക്കുന്നത്. ഇത് പരിശോധിക്കുമ്പോൾ കപ്പലിൽ പരിസ്ഥിതിക്ക് ആഘാതം സൃഷ്ടിക്കുന്ന നിരവധി വസ്തുക്കൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് 27 പേജുള്ള രേഖയാണ്. ഈ രേഖയിൽ ഈ 157 കണ്ടെയ്നറുകളിൽ ഓരോ കണ്ടെയ്നറുകളിലും എന്തൊക്കെ വസ്തുവാണ്, അതിൻ്റെ അളവ് എത്രത്തോളമുണ്ട് എന്നതടക്കം വിശദീകരിക്കുന്നുണ്ട്. രേഖയുടെ പൂർണ്ണരൂപം നമ്മൾ നേരത്തെ പുറത്തുവിട്ടതാണ്. തീപിടിക്കുന്ന റെസിൻ സൊല്യൂഷൻ 1,35,672 കിലോയാണുള്ളത്. പരിസ്ഥിതിക്ക് ആഘാതം സൃഷ്ടിക്കുന്ന രാസവസ്തുക്കളായ ബെൻസോഫിനാൻ 15,719 കിലോ ഉണ്ട്. സിങ്ക് ഓക്സൈഡ് 20,340 കിലോ, ട്രൈക്ലോറോ ബെൻസീൻ 2,08,000 കിലോ ആണുള്ളത്. മീഥൈൽ ഫിനോൾ 28,826 കിലോ ഉണ്ട്. ബെൻസൈൻ ഫിനോൾ 23,680 ലിറ്റർ ഉണ്ട്. ഈഥൈൻ ഡൈ അമീൻ 3,174 കിലോ ഉണ്ട്. കോപ്പർ ഐഡൈഡ് 2,550. മാരക വിഷാംശമടങ്ങിയ കീടനാശിനിയായ ബൈപെർഡിലിയം 1,83,200 ലിറ്ററാണ് ഈ കണ്ടെയ്നറുകൾ ഉള്ളത്. ഈഥൈൽ ക്ലോറോഫോർമേറ്റ് 27,786 കിലോ ഉണ്ട്. ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കുന്ന ക്ലോറോ അനലൈസ് 22,350 ലിറ്റർ ഉണ്ട്. ലിഥിയം ബാറ്ററി 167 ബോക്സുകളിലായി ഉണ്ട്. പെയിന്റിങ്ങിനുള്ള വസ്തുക്കളും 37,478.45 കിലോ ഉണ്ട്. പ്രിന്റിംഗ് ഇങ്ക് 20,111 കിലോ കൂടി ഇതിനകത്ത് ഉണ്ട്. ഇങ്ങനെ 150 കണ്ടെയ്നറുകൾ. എന്തൊക്കെ, അത് എത്ര ലിറ്റർ എത്ര കിലോയാണുള്ളത്, അത് ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് എന്നതടക്കമുള്ള മുഴുവൻ വസ്തുക്കൾ, അതായത് ഡേഞ്ചറസ് ഗുഡ്സ് മാനിഫെസ്റ്റോ തന്നെയാണ് സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം വിവരങ്ങൾ നൽകിയത് MK ഷുക്കൂർ കൂടി കൊച്ചിയിൽ നിന്നുണ്ട്. ഷുക്കൂർ, ഇപ്പോൾ ഈ അപകട സാഹചര്യത്തെ നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടോ? രക്ഷാദൗത്യം എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തൊക്കെ ഇപ്പോഴും സങ്കീർണതകളും റിസ്ക് എലമെന്റ്സും ഇപ്പോഴും ഈ രക്ഷാദൗത്യ സംഘത്തിന് മുമ്പിലുണ്ട്? നിഷാദ്, ഈ വാൻഹായ് 530 എന്ന കപ്പൽ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ഇപ്പോഴും കടലിൽ തുടരുകയാണ്. കാരണം ഏത് നിമിഷവും ഇത് മുങ്ങിപ്പോകാം എന്നൊരു സ്ഥിതിയാണ്. ഇതിൽ വലിയ തോതിൽ തീ കത്തുന്നു. ഒപ്പം തന്നെ ചുറ്റുപാടും വലിയ തോതിൽ കറുത്ത പുകയുമുണ്ട്. അല്പസമയം മുമ്പ് ലഭിച്ച വിവരം, നേരത്തെ കപ്പൽ സ്റ്റേബിൾ ആയിരുന്നു, അതായത് മുങ്ങാതെ ചരിയാതെ ഏകദേശം സ്ഥിരമായി ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുന്ന സ്ഥിതിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് കപ്പൽ ചെരിയുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 10 ഡിഗ്രിയോളം ഇപ്പോൾ ചെരിഞ്ഞു എന്നാണ് പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അത് കുറച്ചുകൂടി അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. കാരണം കപ്പൽ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് 24 മണിക്കൂർ കഴിയുമ്പോഴും ഒരു തരത്തിലുള്ള നിയന്ത്രണത്തിനും വിധേയമാകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കോസ്റ്റ് ഗാർഡിൻ്റെ 2 കപ്പലുകൾ ഇന്നലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വെള്ളമടിച്ച് തണുപ്പിച്ച് ഈ തീ കെടുത്താനുള്ള പരിശ്രമം പോലും വിജയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അടുക്കാൻ കഴിയുന്നില്ല. ഈ കപ്പലിലുള്ള ലോഹങ്ങൾ തന്നെ കത്തി ഉരുകി ഒലിക്കുന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ കപ്പലിൻ്റെ ഒരു ബാലൻസ് ഏറെക്കുറെ നഷ്ടപ്പെട്ടു എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സ്റ്റേബിൾ ആയിരുന്ന കപ്പൽ ഇപ്പോൾ ഒരു വശത്തേക്ക് ചരിയുന്നു എന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 10 ഡിഗ്രി ചെരിഞ്ഞു എന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ കപ്പലിൻ്റെ കമ്പനി തീരുമാനിച്ച ഒരു രക്ഷാപ്രവർത്തനത്തിലുള്ള ചില സംവിധാനങ്ങളുണ്ട്. അതിനോട് കൂടെ ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു സാൽവേജ് മാസ്റ്റർ കൂടി അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 1:30 കൂടി അദ്ദേഹം അവിടെ എത്തും. രക്ഷാപ്രവർത്തനം അല്പം കൂടി കാര്യക്ഷമമായി ഏകോപിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രതിരോധ വകുപ്പിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ 2 ഡോണിയർ വിമാനങ്ങൾ കൂടി അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നു, ആകാശ നിരീക്ഷണം നടത്തുന്നു, സാഹചര്യങ്ങൾ പരിശോധിക്കുന്നു. നിലവിൽ കപ്പൽ രക്ഷിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ ഇല്ല. അത്
കത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഏത് സാഹചര്യത്തെയും പ്രതീക്ഷിക്കണം. അതുണ്ടാക്കുന്ന മലിനീകരണം അടക്കമുള്ള സാഹചര്യം, ഒപ്പം തന്നെ കപ്പലിനെ പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഏതാണ്ട് മങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഷുക്കൂർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്റെ കൂടെ